ഗുഡ് ഡേ വ്യൂവേഴ്സ്, വെൽക്കം ടു ചിൻസ. ഇന്ന് ഞാൻ ബാംഗ്ലൂരുള്ള ഒരു മാംഗോ ഫെസ്റ്റിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. മെയ്യിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. മെയ് 23 സ്റ്റാർട്ട് ചെയ്തത്. 3 ആഴ്ച വരെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ കഴിഞ്ഞ് കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വീഡിയോ ഇടാൻ ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ബിഗ് ബോസിൻ്റെ വീഡിയോ പോയിക്കൊണ്ടിരിക്കുന്നതിനാൽ തന്നെ ഇത് എഡിറ്റ് ചെയ്യാനുള്ളൊരു സമയം എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ആ മാംഗോ ഫെസ്റ്റ് അത് കാണാൻ വേണ്ടി ഞങ്ങൾ പോയപ്പോൾ ഉള്ള കാഴ്ചകളാണ് കാണുന്നത്. ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. 30 രൂപയാണ് ഒരാൾക്ക് എൻട്രി ഫീസ് ആയിട്ട് അവർ വാങ്ങുന്നത്. ഈ ഷോ നടക്കുന്നത് ലാൽബാഗിലാണ്. അപ്പോൾ ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ലാൽബാഗിൽ വെച്ചിട്ടാണ് ഈ ഒരു മാംഗോ ഫെസ്റ്റ് നടക്കുന്നത്. ഇത് എല്ലാ വർഷവും നടക്കുന്ന ഒരു ഫെസ്റ്റാണ്. ഈ മാംഗോ ഫെസ്റ്റ്, അതുപോലെ ജാക്ക് ഫ്രൂട്ട് ഫെസ്റ്റ് എല്ലാം നടക്കുന്നതാണ്. പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു മാംഗോ ഫെസ്റ്റിന് പോകുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു. എന്താണ്, എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ള കാര്യമൊന്നും ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് പോകുന്നതിനാൽ തന്നെ ഞങ്ങൾ മാങ്ങ വാങ്ങിക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ സഞ്ചിയും ബാഗൊക്കെ ആയിട്ടാണ് പോകുന്നത്. എന്തായാലും അവിടെ എത്തിയപ്പോഴേ തന്നെ മോള് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാൻ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിശന്ന് പുകഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളൊരു മസാല പൂരി ഓർഡർ ചെയ്ത് കഴിക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ പതിയെ ഭക്ഷണം എല്ലാം കഴിച്ച് ഞങ്ങൾ മെല്ലെ ഇത് കാണാനായിട്ട് നടന്നു. ഇപ്പം ബോൺസായി പാർക്കെല്ലാം ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ലാൽബാഗിൻ്റെ, അതായത് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഫ്രണ്ടിലാണ് ഈ ഒരു മാംഗോ ഫെസ്റ്റ് അവർ നടത്തുന്നുണ്ടായിരുന്നു. ഏകദേശം 65ഓളം സ്റ്റാളുകൾ ഉണ്ടായിരുന്നു ഈ ഒരു മാംഗോ ഫെസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള മാംഗോസാണ് ഇതിൽ ഉണ്ടായിരുന്നത്. ഞാൻ ഒരുപാട് വെറൈറ്റീസ്, എത്ര വെറൈറ്റീസ് എന്ന് പറയാൻ സാധിക്കില്ല. ചക്ക കുറച്ചുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് വാങ്ങിച്ചു പോകാനുള്ളൊരു സാഹചര്യം, നമ്മൾ വണ്ടിയൊക്കെ ആയിട്ട് വന്നാലാണ് ചക്കയൊക്കെ വാങ്ങിച്ചിട്ട് പോകാൻ കഴിയുള്ളൂ. മാങ്ങ വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ സഞ്ചിയും കാര്യങ്ങളൊക്കെ കരുതിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് സഞ്ചിയൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് അവിടെ മാങ്ങ ഉണ്ടായിരുന്നത്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് മാങ്ങകൾ ഉണ്ടായിരുന്നു. എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വെറൈറ്റീസ് ഓഫ് മാംഗോ കാണുന്നത്. ഒരുപാട് മാങ്ങകളുടെ പേരൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവരോട് ചോദിക്കുകയാണ് ഏതാണ് നല്ല മാങ്ങ, ഏതാണ്. എല്ലാം ഫ്രഷ് ആയിട്ടുള്ള മാങ്ങയാണ്. അതായത് അവരുടെ ഫാമിൽ നിന്ന് നേരെ കൊണ്ടുവന്നിട്ടുള്ള മാങ്ങയായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള, ആ ഞെട്ടിയെല്ലാം എന്താ പറയുക, നല്ല പൊട്ടിച്ച ആ ഒരു ചെലം വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലുള്ള മാങ്ങയായിരുന്നു. നല്ല ഫ്രഷ് ആയിട്ടുള്ള മാങ്ങയായിരുന്നു. പിന്നെ ചില ഷോപ്പുകളിൽ അവർ മാങ്ങകളുടെ പേര് എന്താന്ന് അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് നല്ലൊരു ഉപകാരപ്രദമായിരുന്നു. കാരണം അവരോട് പേരെന്താന്ന് ചോദിക്കാതെ തന്നെ നമുക്ക് അതിൻ്റെ പേരെന്താന്ന് ലഭിക്കുമായിരുന്നു. പിന്നെ അവർ ടേസ്റ്റ് ചെയ്യാൻ, നമ്മൾ വാങ്ങിക്കുന്നതിന് മുന്നേ ടേസ്റ്റ് ചെയ്യാനൊക്കെ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ടേസ്റ്റൊക്കെ നോക്കി നമുക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം വാങ്ങിച്ചാലും മതി. അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും തരം വെറൈറ്റി മാങ്ങകൾ ഉണ്ടെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു. അതും നല്ല ഫ്രഷ് ആയിട്ടുള്ള മാങ്ങയായിരുന്നു. വളരെ ടേസ്റ്റി ആയിരുന്നു. ഞങ്ങൾ അവിടുന്ന് 1-2 തരം മാങ്ങ ടേസ്റ്റ് ചെയ്യാൻ വാങ്ങിച്ചു. ഇപ്പം വളരെ മധുരമാണ്. ഇത്രയും മധുരമുള്ള മാങ്ങയൊക്കെ ഉണ്ടോയെന്ന് സത്യം പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇത്രയും നല്ല മധുരമുള്ള മാങ്ങയൊക്കെ കഴിക്കുന്നത്. ആദ്യം വീട്ടിൽ മാവ് ഉണ്ടായിരുന്നു. അപ്പം നല്ലപോലെ മാങ്ങയൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പം മാവൊന്നും ഇല്ല. അപ്പം അതുകൊണ്ട് പുറത്തുനിന്ന് തന്നെ വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇപ്പോൾ പല മലയാളികളുടെയും അല്ലെങ്കിൽ പലരുടെയും അവസ്ഥ അത് തന്നെയാണ്. നമ്മുടെ മുറ്റത്തൊന്നും ഇപ്പോൾ മാവ് ഇല്ലാത്തൊരവസ്ഥയായിരിക്കുകയാണ്. പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടത് തന്നെ ഒരു അവസ്ഥയാണ്. എന്തായാലും ഇവിടുന്ന് കിട്ടുന്നത് ഫ്രഷ് മാങ്ങയാണെന്നുള്ള കാര്യം 100% ഗ്യാരണ്ടിയാണ്. അവർ ഫാമിൽ നിന്ന് തന്നെ വരുന്നതായതുകൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് പോകാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും പോകുക. ഇത് നടക്കുന്നത് ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. മെയ് 24 സ്റ്റാർട്ട് ചെയ്തത്. 3 ആഴ്ച 4 ആഴ്ച, അതൊരു 1 മാസത്തോളം ഉണ്ടാവാനാണ് സാധ്യത. ജൂണിന് എന്തായാലും ഒരു 15 അല്ലെങ്കിൽ ഒരു ജൂൺ 24 വരെയൊക്കെ ഉണ്ടാവാനാണ് സാധ്യത. അപ്പോൾ നിങ്ങൾക്ക് ബാംഗ്ലൂരുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണും. ഇപ്പോൾ പലയിടത്തും ഫെസ്റ്റ് നടക്കാറുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ലുലു മാളിലെല്ലാം ഇങ്ങനെ മാംഗോ ഫെസ്റ്റ്, ജാക്ക് ഫ്രൂട്ട് ഫെസ്റ്റ് എല്ലാം നടക്കുന്നത് കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ഇതും. അപ്പോൾ നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്, വാങ്ങിക്കാവുന്നതാണ്. പിന്നെ മാങ്ങയുടെയൊക്കെ റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 100 രൂപ മുതൽ 300, 400, 500 രൂപ വരെയൊക്കെ കിലോയ്ക്ക് വില വരുന്നുണ്ട്. അപ്പോൾ ഓരോ മാങ്ങയുടെയും ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് അതിൻ്റെ വില വരുന്നത്.
പിന്നെ വേറെ ചില സ്നാക്സ് എല്ലാം അവിടെ ഉണ്ട് കേട്ടോ നമുക്ക് കഴിക്കാനായിട്ട്. ഫ്രഷ് മാംഗോ ജ്യൂസ് ഉണ്ടായിരുന്നു, നല്ല ഫ്രഷ് ആയിട്ടുള്ള പൾപ്പി ആയിട്ടുള്ള മാംഗോ ജ്യൂസാണ്. പക്ഷെ ഒരു ഗ്ലാസ് മാംഗോ ജ്യൂസിന് 50 രൂപയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഗ്ലാസ് മാംഗോ ജ്യൂസ് മേടിക്കുന്നതിനെക്കാട്ടും നല്ല 1 കിലോ 100 രൂപയ്ക്ക് 1 കിലോ മാങ്ങ കിട്ടും. അപ്പോൾ അത് പോയിട്ട് ജ്യൂസ് അടിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. എന്നാലും ഞങ്ങൾ മാംഗോ ജ്യൂസ് വാങ്ങിച്ച് കുടിച്ചു. നല്ല ടേസ്റ്റിയാണ്, യമ്മിയാണ്. കണ്ടോ മാങ്ങയുടെ പേര് നോക്കൂ, തോത്താപ്പൂരി എന്നാണ് മാങ്ങയുടെ പേര്. അതുപോലെ അൽഫോൺസ കണ്ടോ, സെന്തൂര കണ്ടില്ലേ, അങ്ങനെ ഒരുപാട് മാങ്ങകളുടെ പേര് അവർ എഴുതി വെച്ചിട്ടുണ്ട്. എന്നോ വണ്ണോ നോക്കി എൻ്റെ പൊന്നോ, ഞാൻ ഓരോന്ന് എടുത്തു നോക്കായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കണ്ടിട്ട് അവരിങ്ങനെ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അതാണ് വീഡിയോ കുറച്ചിങ്ങനെ സ്ലോ ആയിട്ട് പോകുന്നത്. അവിടെയുള്ളൊരു ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു തരാണ്, ഇത് നാടൻ മാങ്ങയാണ്, ഫ്രഷ് ആയിട്ടുള്ള മാങ്ങയാണ്. കണ്ടോ മൽഗോവ മാങ്ങ കണ്ടോ, ഇത് നാടൻ മൽഗോവയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഷേപ്പിന് ചെറിയൊരു വ്യത്യാസം വരുന്നത്. അപ്പോൾ നാടൻ മാങ്ങയും നമ്മുടെ ഹൈബ്രിഡ് മാങ്ങയും തമ്മിൽ ടേസ്റ്റിനും ഷേപ്പിനൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് തോത്താപ്പൂരി ഷുഗർ ബേബി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മാങ്ങയാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഞങ്ങൾ 1 കിലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വേറെ 2-3 തരം മാങ്ങകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇനി വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഈ ഷുഗർ ബേബി എന്ന് പറഞ്ഞിട്ടുള്ള മാങ്ങ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നല്ല രസമാണ്, നല്ല മധുരമാണ്, നല്ല യമ്മിയാണ്. ഞങ്ങൾ വാങ്ങിച്ച എല്ലാ മാങ്ങയും നല്ല യമ്മി ആയിട്ടുള്ള മാങ്ങയാണ്. പിന്നെ ഇത് കണ്ടോ അൽഫോൺസ മാങ്ങയാണ്. ഇപ്പം നേരത്തെ ഞാൻ കാണിച്ചില്ല, അത് നാടൻ അൽഫോൺസയാണ്. ഇത് ഹൈബ്രിഡ് അൽഫോൺസ മാങ്ങയാണ്. അപ്പോൾ അതിൻ്റെ ഷേപ്പിനും അതിൻ്റെ കളറിനൊക്കെ ഒരു മാറ്റം കണ്ടോ. അതൊരു എന്ത് ഫ്രഷ് ആണെന്നറിയോ, ഞാൻ ഓരോ മാങ്ങ എടുത്ത് മണത്ത് നോക്കായിരുന്നു. കാരണം വെച്ചാൽ നല്ല ശരിയായ നല്ല പച്ച മാങ്ങയുടെ ഒരു മണം എന്ന് പറയുന്നത്, അതുപോലെ നല്ല പഴുത്ത മാങ്ങയുടെ മണം എന്ന് പറയുന്നത്, അത് നല്ല പോലെ ഉണ്ടായിരുന്നു. നമ്മളവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു മാങ്ങയുടെ മണം കേട്ടോ വരിക, നല്ല പഴുത്ത മാങ്ങയുടെ മണം, നല്ലൊരു ഫ്ലേവറാണ്, നല്ല രസമായിരുന്നു. ആ ഒരു പറഞ്ഞാൽ ആ ഒരു കാഴ്ച. ഇതുണ്ട് സുന്ദരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാങ്ങയാണ്. എന്ത് ഭംഗിയാണല്ലേ മാങ്ങ കാണാൻ വേണ്ടിയിട്ട്, നല്ല കളർഫുൾ അല്ലേ, സുന്ദരി തന്നെയാണല്ലേ മാങ്ങ. ഈ സുന്ദരിയുടെ വേറെയും ഇത് ഷൂട്ട് ചെയ്തതിന് ശേഷം, ഞാൻ ക്യാമറയിൽ ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ പിന്നെയും സുന്ദരി മാങ്ങനെ കണ്ടത്. അത് വളരെ സുന്ദരിയായിട്ടുള്ളൊരു മാങ്ങയായിരുന്നു. ഇതിനെ അപേക്ഷിച്ച് അതായിരുന്നു ഞാൻ ഷൂട്ട് ചെയ്യേണ്ടതെന്ന് എനിക്ക് പിന്നീട് തോന്നി. പക്ഷെ ഞാൻ ക്യാമറയിൽ എടുത്ത് വെച്ച കാരണം ഞാൻ പിന്നെ തിരിച്ചതെല്ലാം ക്യാമറ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അത് ഷൂട്ട് ചെയ്തില്ല. പക്ഷെ അത് നല്ല ഭംഗിയായിരുന്നു കാണാൻ, നല്ല സുന്ദരിയായിരുന്നു. മൽഗോവ മാങ്ങ വളരെ ഫേമസ് ആണ്. കൂടുതൽ പേര് മൽഗോവ മാങ്ങയാണ് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ പാട്ടൊക്കെ തമിഴ് പാട്ട് കേട്ടിട്ടില്ലേ, മാമ്പഴം മാമ്പഴം മൽഗോവ മാമ്പഴം എന്ന്. അപ്പോൾ ആ പാട്ടിലൊക്കെ ഫേമസ് ആയിട്ടുള്ളൊരു മാങ്ങയാണ്, യമ്മിയാണ്. അതുപോലെ ഷുഗർ ബേബി ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട്. ഷുഗർ ബേബി ചെറിയ മാങ്ങയാണ്, നമ്മളൊരു കാട്ടുമാങ്ങ പോലെ ഇരിക്കും, കുഞ്ഞു മാങ്ങയാണ്. പക്ഷെ നല്ല യമ്മി ടേസ്റ്റിയാണ്. അപ്പം 1 കിലോയ്ക്ക് ഒരുപാട് കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടോ അവിടെ കിടക്കുന്നുണ്ടല്ലോ, അതാണ് ഷുഗർ ബേബി എന്ന് പറഞ്ഞിട്ടുള്ള മാങ്ങ. നല്ല ടേസ്റ്റിയാണ്, യമ്മി ആയിട്ടുള്ള മാങ്ങയാണ്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ, ഒരു ചാക്ക് കണക്കിന് വെറൈറ്റീസ് ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണുന്നുണ്ടല്ലോ, ഞാനിപ്പോൾ ഇത് ഷൂട്ട് ചെയ്തത് വളരെ പരിമിതമായിട്ടുള്ള എൻ്റെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ക്യാപ്പബിലിറ്റി വെച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. കാരണം മോള് എൻ്റെ കയ്യിൽ കിടന്നിട്ടാണ് ഉറങ്ങുന്നത്. അപ്പം മോളേനെയും കയ്യിൽ എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോൾ കൈ മാറിക്കഴിഞ്ഞാൽ അപ്പം എണീക്കും. അപ്പം അതുകൊണ്ട് കയ്യിൽ മാറ്റി കൊടുക്കാനും പാകമില്ല. അപ്പോൾ അതുകൊണ്ട് മോളേനെയും കൈ പിടിച്ചിട്ടാണ് ഞാനിതൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് എല്ലാം അങ്ങോട്ട് കവർ ചെയ്യാൻ സാധിച്ചില്ല. അതിൻ്റെ സങ്കടം എനിക്ക് നല്ലപോലെ ഉണ്ട്. കുറേ കഴിഞ്ഞപ്പോൾ മോൾ എണീറ്റു. അതിന് ശേഷം ഞാൻ കുറച്ച് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവൾ മാങ്ങയൊക്കെ കണ്ട് അവിടുന്ന് അവർ സാമ്പിൾ തരുന്ന മാങ്ങയൊക്കെ കഴിച്ച് അവൾ നല്ല ഹാപ്പി ആയിരുന്നു, വയറൊക്കെ നിറച്ച്. പിന്നെ ഞങ്ങൾ മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് മാങ്ങയൊക്കെ കഴിച്ച്, പിന്നെ അവിടെയൊക്കെ ഇരിക്കാൻ സ്ഥലമുണ്ടല്ലോ, ബൊട്ടാനിക്കൽ ഗാർഡൻ ആയതുകൊണ്ട് ഇരിക്കാൻ ഇഷ്ടപ്രകാരം സ്ഥലമുണ്ട്. അപ്പോൾ ഇങ്ങനെ ആൾ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പലരുടെയും ബാക്കൊക്കെയാണ് ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ വരുന്നത്. കാരണം വെച്ചാൽ മാങ്ങ അതിൻ്റെ ഇടയിൽ തിരക്കി പോയിട്ട് എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ പിന്നോട്ട് വരുമ്പോഴേക്കും തിരക്കൊക്കെ കുറഞ്ഞിട്ട്, കാരണം സ്റ്റാർട്ടിങ്ങിലാണ് ഒരുപാട് ആൾക്കാരുള്ളത്. പിന്നെ ഞാൻ ഈ മാങ്ങയുടെ പേര് കിട്ടാൻ വേണ്ടിയിട്ടാണ് കഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ തിരികെ കയറ്റിയിട്ട് ക്യാമറയും കൊണ്ട് ചെല്ലുന്നത്. കാരണം വെച്ചാൽ അവർ ആ ബോക്സിൻ്റെ മേലെയാണ് മാങ്ങയുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പേര് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ആ ബോക്സിൻ്റെ സൈഡ് പോയിട്ട് ഷൂട്ട് ചെയ്താലേ കിട്ടത്തുള്ളൂ. അപ്പോൾ പലർക്കും അറിയാത്തവർക്ക് അറിയാൻ സാധിക്കണ്ടോ, മൽഗോവ, മല്ലിക, തോത്താപ്പൂരി, ദസേരി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് രസമാണെന്നറിയോ ഈ മാങ്ങയെല്ലാം. ഈ ദസേരി എന്ന് പറഞ്ഞ മാങ്ങയാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ വാങ്ങിച്ചത് ഷുഗർ ബേബിയാണ്, പിന്നെ മൽഗോവയാണ് ഞങ്ങൾ വാങ്ങിച്ചത്, പിന്നെ ഞങ്ങൾ വാങ്ങിച്ചത് അൽഫോൺസയാണ്. ഈ 4 മാങ്ങയാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല യമ്മിയാണ് കേട്ടോ. അയ്യോ എന്തൊരു മധുരം എന്ന് പറയണമെന്നറിയോ. അയ്യോ മാങ്ങ കഴിച്ച് കഴിഞ്ഞാൽ ഷുഗർ പിടിക്കുന്ന ഉറപ്പായി, അത്രയും മധുരമായിരുന്നു. പിന്നെ കുറച്ച് ചക്ക ഉണ്ട്. അവർ ചക്ക ഫുൾ ചക്കയായിട്ടാണ് കൊടുക്കുക, പകുതി വെട്ടിയിട്ടൊന്നും കൊടുക്കില്ല. ഒരു ഫുൾ ചക്ക എത്ര വെയിറ്റ് വന്നാലും ആ വെയിറ്റ് നമ്മൾ വാങ്ങിച്ചോണം, അങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വണ്ടിയൊന്നും ആയിട്ട് പോകാത്ത കാരണം അത് ക്യാരി ചെയ്യാനും കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞങ്ങൾ ചക്കയൊന്നും വാങ്ങിക്കാൻ നിന്നില്ല. അപ്പോൾ മാങ്ങ തന്നെയാണ് ഞങ്ങൾ വാങ്ങിച്ചാൽ പറഞ്ഞില്ല, ഈ 4 തരം മാങ്ങയാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതൊന്ന് കണ്ട് എൻജോയ് ചെയ്യാന്ന് പറയുന്നത് ഒരു രസമാണ്. ഇവർ പേപ്പറിലാണ്
മാങ്ങയുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് എന്ത് രസമുള്ള മാങ്ങ. ചില മാങ്ങ വളരെ ചെറുതാണ് കമ്പാരിറ്റീവ്ലി, പക്ഷെ ചില മാങ്ങ വളരെ വളരെ വലുതാണ്, ഡബിൾ സൈസുള്ള മാങ്ങ. നമ്മൾ ചില പേരയ്ക്കൊക്കെ കണ്ടിട്ടില്ല, വലിയ പേരക്ക, അതുപോലെയായിരുന്നു ചില മാങ്ങകൾ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങകൾ. പിന്നെ സാമ്പിൾ അവർ തരുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് കഴിച്ചു നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നമ്മൾ വാങ്ങിച്ചാൽ മതി. പിന്നെ പഴുത്തത് വേണമെന്ന് പറഞ്ഞാൽ അവർ നല്ല പഴുത്തത് എടുത്തു തരും. ഇല്ല ഒരു മീഡിയം റേഞ്ച്, ഒരു 2 ദിവസം വീട്ടിൽ ചെന്നതിന് ശേഷം പഴുക്കുന്ന രീതിയിലുള്ള ആ ഒരു മൂപ്പിന് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഒരു മൂപ്പിന് തരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെന്നിട്ട് വീട്ടിലെത്തി 2 ദിവസം കഴിഞ്ഞ് പഴുത്തതിന് ശേഷം കഴിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇതാണ് കണ്ടില്ലേ, ഇതിൻ്റെ ഒരു റഷ് കണ്ടോ, ഇതൊന്നും അല്ല കേട്ടോ, നല്ല റഷായിരുന്നു. ഞാൻ പിന്നെ മാക്സിമം കുത്തിത്തിരിച്ച് ഇടയിലൊക്കെ വലിഞ്ഞു കയറിയിട്ടൊക്കെയാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ പോയത് ഒരു വീക്ക് ഡേയിലായിരുന്നു, എന്നിട്ടാണ് ഇത്രയും തിരക്ക് ആലോചിക്കണം കേട്ടോ. അപ്പോൾ വീക്കെൻഡിലെല്ലാം അങ്ങോട്ടേക്ക് കാല് കുത്താൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും നല്ല സമയത്താണ് ഞങ്ങൾ പോയത്, അതുകൊണ്ട് അധികം റഷൊന്നും ഇല്ലാതെ നമുക്ക് ടേസ്റ്റൊക്കെ ചെയ്ത് മാങ്ങ വാങ്ങിക്കാൻ സാധിച്ചു. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. എന്തായാലും ഇനി മാംഗോ ഫെസ്റ്റ് വരുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും പോകുന്നതായിരിക്കും, 100% പോകുന്നതായിരിക്കും. ഞാൻ 4-5 ചാക്കൊക്കെ ആയിട്ടായിരിക്കും പോകുന്നുണ്ടാവും മാങ്ങ വാങ്ങിക്കാനായിട്ട്. കാരണം നല്ല ഫ്രഷ് ആയിട്ടുള്ള മാങ്ങയാണ് കിട്ടുന്നത്. പക്ഷെ നമുക്ക് എന്താ പ്രശ്നം വെച്ചാൽ ഏത് മാങ്ങയാണ് വാങ്ങിക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനായിരിക്കും. ഇപ്പം നമ്മൾ നാട്ടിലൊക്കെ എന്ന് വെച്ചാൽ എനിക്കറിയില്ല, 2-3 തരം മാങ്ങയുടെ പേരൊക്കെ എനിക്കറിയുള്ളൂ കേട്ടോ. എനിക്ക് ഒരുപാട് എനിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണെങ്കിലും പേരൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. നമ്മൾ ഈ മൂവാണ്ട മാങ്ങ അങ്ങനെയൊക്കെ ഇല്ലേ, 2-3 മാങ്ങയുടെ പേര് എനിക്കറിയത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഇത്രയും വെറൈറ്റി ഓഫ് മാങ്ങയുടെ പേര് കണ്ടപ്പോൾ എനിക്ക് തന്നെ കൺഫ്യൂഷനായിപ്പോയി, ഞാനിതിൽ ഏത് മാങ്ങ വാങ്ങിക്കണം എന്നത്. പ്രായമായ ആരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. എൻ്റെ ഹസ്ബൻഡിനാണെങ്കിലും ഏത് മാങ്ങ വാങ്ങിക്കുന്നത് കൺഫ്യൂഷനായിപ്പോയി. മൂപ്പർക്കും ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലായിരുന്നു, എനിക്ക് തീരെ ധാരണയില്ലായിരുന്നു. പിന്നെ നമ്മൾ അവിടെയുള്ള ആൾക്കാരോട് ഏത് മാങ്ങയാണ് ചേട്ടാ ടേസ്റ്റ് ഉണ്ടാവുക, ഏതാണ് മധുരമുള്ള മാങ്ങ, ഏതാണ് നല്ലത് എന്നൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ഇനി ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നമ്മൾ ഇവിടെ അടുത്തുള്ള ആരുടെയെങ്കിലും ഇതിനെക്കുറിച്ച് ധാരണയുള്ള ആരുടെയെങ്കിലും അടുത്ത് പോയിട്ട് ഏത് മാങ്ങയാണ് ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ, യമ്മി ആയിട്ടുള്ള മാങ്ങ ഏതാണെന്ന് പേര് ചോദിച്ചു വെച്ചിട്ട് ആ മാങ്ങ പോയി വാങ്ങിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ അടുത്ത പ്രാവശ്യം പോകുന്നുള്ള കാര്യം ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ, ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും തീർച്ചയായും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കുറേ ഇത് കണ്ടോ, ഓംലേറ്റ് മാങ്ങ നല്ല രസമുണ്ടല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.